ഹലോ കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ ഫാൾ ഓഫ് എ സ്പാരോ എന്ന കൃതിയിൽ നിന്നുള്ള ട്രിൽസ് ആൻഡ് ത്രിൽസ് ബേർഡ് വാച്ചിങ് ഇൻ ഇന്ത്യ എന്ന ഭാഗമാണ്. ഇത് എഴുതിയത് സലീം അലിയാണ്. ഇന്ത്യയിലെ പ്രശസ്ത പക്ഷിശാസ്ത്രജ്ഞനായ സലീം അലി തൻ്റെ ബേർഡ് വാച്ചിങ് അനുഭവങ്ങളും അതിലെ ത്രിൽസും അഡ്വഞ്ചറും വളരെ മനോഹരമായി ഇവിടെ അവതരിപ്പിക്കുന്നു. Let's read and reflect. Some of us spend hours on end in the forest to catch a glimpse of an exotic bird or animal. ചിലർ അപൂർവമായ പക്ഷികളെയോ മൃഗങ്ങളെയോ ഒരു നിമിഷം കാണാനായി കാടുകളിൽ മണിക്കൂറുകളോളം ചെലവഴിക്കാറുണ്ട്. ഡു യു എൻഗേജ് ഇൻ ബേർഡ് വാച്ചിങ് ഓർ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി? നിങ്ങൾ ബേർഡ് വാച്ചിങ്ങിൽ പങ്കെടുക്കാറുണ്ടോ അല്ലെങ്കിൽ വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും ഫോട്ടോ എടുക്കാറുണ്ടോ? ഹാവ് യു ഐഡൻറ്റിഫൈഡ് ദ സ്പീഷീസ് ഓഫ് ആനിമൽസ് ഓർ ബേർഡ്സ് ദാറ്റ് ഹാവ് ബീൻ ചോസൺ യുവർ ലൊക്കാലിറ്റി ആസ് ദെയർ ഹെബിറ്റേറ്റ്? നിങ്ങളുടെ പ്രദേശത്തെ ആവാസ വ്യവസ്ഥയായി തിരഞ്ഞെടുത്തിരുന്ന പക്ഷികളെയും മൃഗങ്ങളെയും നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഹിയർ ഈസ് എൻ എക്സെപ്റ്റ് ഫ്രം ദ ഫാൾ ഓഫ് സ്പാരോ ബൈ സലീം അലി. ഇത് ദ ഫാൾ ഓഫ് സ്പാരോ എന്ന കൃതിയിൽ നിന്ന് ഉള്ള ഒരു ഭാഗമാണ്. ഹൂ ഈസ് നോൺ ആസ് ദ ബേർഡ് മാൻ ഓഫ് ഇന്ത്യ? സലീം അലി ഇന്ത്യയിലെ പ്രശസ്ത പക്ഷിശാസ്ത്രജ്ഞനായതിനാൽ അദ്ദേഹത്തെ ബേർഡ് മാൻ ഓഫ് ഇന്ത്യ എന്നാണ് വിളിക്കുന്നത്. അപ്പം നമുക്ക് പാഠഭാഗത്തിലേക്ക് കടന്നാലോ? ഇവിടെ സംസാരിക്കുന്നത് സലീം അലി തന്നെയാണ്. അദ്ദേഹം തൻ്റെ സ്വന്തം ബേർഡ് വാച്ചിങ് അനുഭവങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതിനാൽ ഇൻട്രോ പറയുമ്പോൾ അത് ഫസ്റ്റ് പേഴ്സൺ എക്സ്പീരിയൻസ് ആണെന്ന് വ്യക്തമാക്കാം. One of the standard questions to me is about the thrilling adventures in a lifetime of exploring for birds. ജീവിതം മുഴുവൻ പക്ഷികളെ അന്വേഷിച്ച് നടന്നപ്പോൾ ഉണ്ടായ ആവേശകരമായ അനുഭവങ്ങളെക്കുറിച്ചാണ് ആളുകൾ എപ്പോഴും ചോദിക്കാറുണ്ടെന്ന് എഴുത്തുകാരൻ പറയുന്നു. മൈ ആൻസർ മസ്റ്റ് സീം ഡിസപ്പോയിൻറ്റിംഗ്. എൻ്റെ മറുപടി കേൾക്കുമ്പോൾ ചിലർക്ക് നിരാശ തോന്നാം. Ornithology as a hobby or profession, though full of adventures, rewards and disappointments, is usually one of the most faithful of pursuit. പക്ഷിശാസ്ത്രം ഒരു ഹോബിയായാലും ജോലിയായാലും അതിൽ സാഹസികതയും സന്തോഷവും നിരാശയും ഉണ്ടെങ്കിലും അത് വളരെ സമാധാനമായ ഒരു പ്രവർത്തനമാണ്. ഇറ്റ് ഈസ് certainly നോട്ട് ലാക്കിംഗ് ഇൻ എക്സൈറ്റ്മെൻറ്റ് ആൻഡ് ത്രിൽസ് തോ. എന്നാൽ അതിൽ ആവേശവും ത്രില്ലും കുറവില്ല എന്നും പറയുന്നു. With the richness and variety of bird life in India, exciting discoveries can be made by any bird watcher. ഇന്ത്യയിൽ നിരവധി തരത്തിലുള്ള പക്ഷികൾ ഉള്ളതിനാൽ ബേർഡ് വാച്ചേഴ്സിന് പുതിയ കണ്ടെത്തലുകൾ നടത്താൻ കഴിയും. ഇറ്റ് ഈസ് റിഫ്രഷിംഗ് ടു ഫൈൻഡ് ദാറ്റ് ബേർഡ് വാച്ചിങ് ആസ് എ ഹോബി ഈസ് ഗ്രോയിങ് റാപ്പിഡ്ലി ഇൻ പോപ്പുലാരിറ്റി. ബേർഡ് വാച്ചിങ് എന്ന ഹോബി കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നതായി കാണുന്നത് സന്തോഷകരമാണെന്ന് പറയുന്നു. I had grown up only on the traditional accounts of the nesting habits of birds. പക്ഷികൾ കൂടുണ്ടാക്കുന്ന രീതിയെക്കുറിച്ചുള്ള പഴയ വിവരണങ്ങൾ കേട്ടാണ് ഞാൻ വളർന്നത്. There was interesting enough for a keen bird photographer as I was to want to record on film. ബേർഡ് ഫോട്ടോഗ്രാഫി തനിക്ക് വളരെ ഇഷ്ടമായിട്ടുള്ളൊരു കാര്യമായിരുന്നെന്നും താൻ അത് ക്യാമറയിൽ പകർത്താൻ വലിയ താല്പര്യമുണ്ടായിരുന്നു. ബട്ട് വൈൽ കൺസീൽഡ് ഇൻ എ ക്യാൻവാസ് ഹൈഡ് perched high upon a stepladder a few yards away from the nesters. കൂടുകളിൽ നിന്ന് കുറച്ച് അകലെ ഒരു സ്റ്റെപ്പ് ലാഡറിൽ കയറി ക്യാൻവാസ് ഹൈഡിൽ ഒളിച്ചിരുന്ന് ഞാൻ പക്ഷികളെ നിരീക്ഷിക്കാറുണ്ട്. ഐ നോട്ടീസ്ഡ് സം അൺയൂഷ്വൽ ഗോയിങ്സ് ഓൺ വിച്ച് ക്ലിയർലി ഷോഡ് ദാറ്റ് ദ ബേർഡ് ഹാഡ് നോട്ട് റീഡ് ദ ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ പുസ്തകങ്ങളിൽ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ ചില പക്ഷികളുടെയും പെരുമാറ്റങ്ങൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അത് പക്ഷികൾ ടെക്സ്റ്റ് ബുക്കിൽ വായിച്ചിട്ടില്ലെന്ന പോലെ തോന്നിച്ചു. While the field study of bird is a peaceful occupation, it is not entirely without hazards. ബേർഡ് സ്റ്റഡി സമാധാനപരമായ ജോലിയാണെങ്കിലും അതിൽ അപകടങ്ങൾ ഇല്ലെന്ന് പറയാനാവില്ല. In elephant-ridden jungles in South India, for instance, I have frequently found myself in disturbing situations. ദക്ഷിണേന്ത്യയിലെ ആനകൾ കൂടുതലുള്ള കാടുകളിൽ ഞാൻ പലപ്പോഴും അപകടകരമായ സാഹചര്യങ്ങളിൽ പെട്ടിട്ടുണ്ട്. A wild elephant suddenly come upon at close quarters. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് കടന്നാലോ? ദർ ഈസ് എ ലിറ്റിൽ ഡേഞ്ചർ ഫ്രം എ വൈൽഡ് എലിഫൻറ്റ് അൺലെസ് ഇറ്റ് ഹാപ്പൻസ് ടു ബി എ റോക്ക് ഓർ എ ഫീമെയിൽ വിത്ത് എ സ്മോൾ കാഫ്. സാധാരണയായി കാട്ടാനകൾ അത്ര അപകടകാരികളോ ഉപദ്രവകാരികളോ അല്ല. പക്ഷേ ഒറ്റപ്പെട്ട ആനയോ കുഞ്ഞിനോട് കൂടിയ പെണ്ണാനയോ
അങ്ങനെയുള്ള ആനകളാണെങ്കിൽ അവർ ഭയങ്കര അപകടകാരികളാണെന്നാണ് പറയുന്നത്. My journey by the romantic Cochin Forest Tramway was in February 1946. 1946 ഫെബ്രുവരിയിൽ കൊച്ചിൻ ഫോറസ്റ്റ് ട്രാംവേ വഴി നടത്തിയ യാത്രയെ അദ്ദേഹം ഓർക്കുന്നു. ഷോർട്ട്ലി ബിഫോർ ഇറ്റ് വാസ് ഡിസ്മാൻഡിൽഡ് ടു മേക്ക് വേ ഫോർ ദ ജൈജാൻറ്റിക് പറമ്പിക്കുളം ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ്. പറമ്പിക്കുളം ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റിനു വേണ്ടി ആ ട്രാംവേ പിന്നീട് നീക്കം ചെയ്തു എന്നാണ് പറയുന്നത്. The huge dam and reservoir has now completely submerged പറമ്പിക്കുളം and all the lovely country around it. വലിയ ഡാമും റിസർവോയറും നിർമ്മിച്ചതിനാൽ പറമ്പിക്കുളം പ്രദേശവും അതിൻ്റെ ചുറ്റുള്ള മനോഹരമായ പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായി. വി റീച്ച്ഡ് പറമ്പിക്കുളം ജസ്റ്റ് ആസ് ഇറ്റ് വാസ് ഗെറ്റിംഗ് ഡാർക്ക്. ഇരുട്ടാകുന്ന സമയത്താണ് ഞങ്ങൾ പറമ്പിക്കുളത്തിലെത്തിയത്. In the veranda of the forest bungalow, I found a large group of Kadar Adivasis. ഫോറസ്റ്റ് ബംഗ്ലാവിൻ്റെ വരാന്തയിൽ നിരവധി കാഡർ ആദിവാസികളെ അദ്ദേഹം കണ്ടു. ആൻഡ് ഇൻ ദെയർ മിസ്റ്റ് എ ബെയർഫൂട്ടഡ് ടോപ്ലെസ് യൂറോപ്യൻ മെയിൽ ഇൻ ക്രംബിൾഡ് കാക്കി ഷോർട്സ്. അവരുടെ ഇടയിൽ ചെരുപ്പില്ലാതെ കാക്കി ഷോർട്സ് ധരിച്ചിരുന്ന ഒരു യൂറോപ്യൻ പുരുഷനെയും അദ്ദേഹം കണ്ടു. വി സൂൺ ഇൻട്രഡ്യൂസ്ഡ് അവർ അവർ പരസ്പരം പരിചയപ്പെട്ടു. ഹി വാസ് ആൻ ഓസ്ട്രിയൻ ആന്ത്രോപോളജിസ്റ്റ് ബെറോൺ ഓമർ റോൾഫ്. അദ്ദേഹം ഓസ്ട്രിയ സ്വദേശിയായ ആന്ത്രോപോളജിസ്റ്റായ ബെറോൺ ഓമർ റോൾഫ് ആയിരുന്നു. ഹി ക്ലെയിംഡ് ഓർണിത്തോളജി ടു ബി ഹിസ് സെക്കൻഡ് ലവ്. ഓർണിത്തോളജി അഥവാ പക്ഷിശാസ്ത്രം തൻ്റെ രണ്ടാമത്തെ പ്രിയ വിഷയമാണെന്നാണ് ഓമർ പറയുന്നത്. ആൻഡ് എക്സ്പ്രസ്ഡ് ഗ്രേറ്റ് കീൻനെസ് ഓർ അക്കാമ്പനിങ് മീ ദ നെക്സ്റ്റ് മോർണിംഗ്. അടുത്ത ദിവസം ബേർഡ് വാച്ചിങ്ങിന് കൂടെ വരാൻ അദ്ദേഹത്തിന് വലിയ താല്പര്യമുണ്ടായിരുന്നു. ലെഡ് ബൈ എ ഫോറസ്റ്റ് ഗാർഡ് വി വേർ സ്റ്റോക്കിംഗ് അലോങ് എ നാരോ ആനിമൽ ട്രെയിൽ. ഒരു ഫോറസ്റ്റ് ഗാർഡിൻ്റെ നേതൃത്വത്തിൽ അവർ ഇടുങ്ങിയ മൃഗപാതയിലൂടെ നടന്നു. ത്രൂ ഡെൻസ് ടോൾ ഗ്രാസ് ലാൻഡ് അബവ് 5 feet ഹൈ. 5 അടിയിലധികം ഉയരമുള്ള കട്ടിയുള്ള പുല്ലുകൾക്കിടയിലൂടെയാണ് അവർ പോയത്. ദ റൈറ്റ് കൈൻഡ് ഓഫ് ഹാബിറ്റേറ്റ് ഫോർ ദ ബ്രോഡ് ടെയിൽഡ് ഗ്രാസ് വേർബ്ലർ. ബ്രോഡ് ടെയിൽഡ് ഗ്രാസ് വേർബ്ലർ എന്ന പക്ഷിക്ക് അനുയോജ്യമായ ആവാസ വ്യവസ്ഥയായിരുന്നു അത്. അപ്പോൺ ടേണിംഗ് എ ബെൻഡ് ഇൻ ദ പാത്ത് ദ ഫോറസ്റ്റ് ഗാർഡ് സഡൻലി ഡക്ട്. വഴിയിലെ വളവ് തിരിയുമ്പോൾ ഫോറസ്റ്റ് ഗാർഡ് പെട്ടെന്ന് താഴേക്ക് കുനിഞ്ഞു. എക്സൈറ്റ്ലി പോയിന്റിംഗ് ഇൻ ഫ്രണ്ട്. അദ്ദേഹം ആവേശത്തോടെ മുന്നോട്ട് വിരൽ ചൂണ്ടി. I just glimpsed the head of a tusker striding down the same path. അതേ വഴിയിലൂടെ നടന്നു വരുന്ന വലിയ കൊമ്പുള്ള ആനയുടെ തല അദ്ദേഹം ഒന്ന് കണ്ടു. ഫ്രം ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ആന എതിർവശയിൽ നിന്നാണ് വരുന്നത്. ആൻഡ് ടേൺഡ് ടു ഫ്ലീ ആസ് ഫാസ്റ്റ് ആസ് ഐ കുഡ്. അദ്ദേഹം കഴിയുന്നത്ര വേഗത്തിൽ ഓടിപ്പോകാൻ തിരിഞ്ഞു. മോഷനിങ് ടു ഓമർ ഹു വാസ് 10 yards behind me to do likewise. തന്നിൽ നിന്ന് കുറച്ചകലെയുണ്ടായിരുന്ന ഓമറിനെയും ഓടാൻ കൈകൊണ്ട് സൂചിപ്പിച്ചു. ഐ ഹാവ് നോട്ട് സീൻ എനിവൺ റിയാക്ട് മോർ ക്വിക്ക്ലി. അത്ര വേഗത്തിൽ പ്രതികരിക്കുന്ന മറ്റാരെയും ഞാൻ കണ്ടിട്ടില്ലെന്ന് ആണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോയാലോ. ഹി സ്പൺ റൗണ്ട് വിത്ത് ദ എജിലിറ്റി ഓഫ് എ കാറ്റ് ആൻഡ് സ്പ്രിൻറ്റഡ് ആസ് ഫാസ്റ്റ് ആസ് ഹിസ് ലോങ് ലെഗ്സ് കുഡ് ക്യാരി ഹിം. ഒമർ പൂച്ച പോലെ പെട്ടെന്ന് തിരിഞ്ഞ് അവൻ്റെ നീളമുള്ള കാലുകൾക്ക് പറ്റുന്നത്ര വേഗത്തിൽ ഓടാൻ തുടങ്ങി. ലുക്കിംഗ് നെയ്തർ ടു റൈറ്റ് നോട്ട് ലെഫ്റ്റ്. വലത്തോട്ടോ ഇടത്തോട്ടോ ഒന്നും നോക്കാതെ നേരെ ഓടി. ഹി സൂൺ ഔട്ട് ഡിസ്റ്റൻസ്ഡ് മീ ബൈ 100 yards. കുറച്ച് സമയം കൊണ്ട് അവൻ എന്നേക്കാൾ വളരെ മുന്നിലെത്തി. ആൻഡ് ഇറ്റ് ലുക്ക്ഡ് ആസ് ഇഫ് ഹി വുഡ് നെവർ സ്റ്റോപ്പ് റണ്ണിങ്. ഒമർ ഓടുന്നത് കണ്ടാൽ തോന്നുന്നു ഒരിക്കലും അവൻ ഓട്ടം നിർത്താത്തതുപോലെ. ഹി ഡിഡ് സോ ഫൈനലി അനദർ 100 yards ഫർദർ. ഇനിയും കുറച്ച് ദൂരം ഓടിയ ശേഷമാണ് അവൻ നിർത്തിയത്. ആൻഡ് ഇറ്റ് വാസ് ഓൺലി വെൻ ഐ ഗോട്ട് അപ്പ് ടു ഹിം ഹോട്ട് ആൻഡ് പാൻറ്റിങ്. ഞാൻ ശ്വാസം മുട്ടിയും വിയർപ്പോടെയും അവൻ്റെ അടുത്തെത്തിയപ്പോഴാണ് ദാറ്റ് ഹീ ബ്രീത്ത്ലെസ്ലി വിസ്പേർഡ് വാട്ട് വാസ് ഇറ്റ്. അവന് ശ്വാസം മുട്ടിക്കൊണ്ട് അതെന്താ എന്ന് എന്നോട് ചോദിച്ചു. It was an amusing incident of which I am always reminded whenever I see a wild tusker looking at me. ഇപ്പോൾ പോലും ഒരു കാട്ടാനയെ കാണുമ്പോഴൊക്കെ ഈ രസകരമായ സംഭവം ഓർമ്മ വരാറുണ്ടെന്നാണ് സാലിം പറയുന്നത്. ഇൻ ദിസ് കേസ് ദ പൂവർ എലിഫൻറ്റ് ഹാഡ്
പെർഹാപ്സ് നെവർ നോട്ടീസ്ഡ് അവർ പ്രസൻസ്. പാവം ആന നമ്മളെ ചിലപ്പം കണ്ടിട്ട് പോലും ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അതിന് മുന്നേ തന്നെ ഇവർ രണ്ടുപേരും ഓടി. ഒമറാണെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ സാലിം പറഞ്ഞതുകൊണ്ട് നിർത്താതെ ഓടുകയാണ് ചെയ്യുന്നത്. കാട്ടാനയാണോ എന്തെങ്കിലും മൃഗമാണോ ഒന്നും അറിയില്ല. ഒമർ സാലിം പറയാണ് ഓടിക്കോന്ന് പറയുമ്പോൾ ഉമർ സാലിമിനേക്കാൾ 100 മീറ്റർ അകലെ ഓടി രക്ഷപ്പെടുകയാണ്. ഹി വീഡ് അവേ ഇൻ ടു ദ ഗ്രാസ് ബിഫോർ റീച്ചിങ് ദ ബെൻഡ് ആൻഡ് വാസ് നോട്ട് സീൻ അഗെയിൻ. വളവിലെത്തും മുമ്പേ ആന പുല്ലിനകത്തേക്ക് തിരിഞ്ഞുപോയി. പിന്നെ അതിനെ കണ്ടിട്ടില്ല. ഓർത്തോളജി മേ സംടൈംസ് എൻറ്റൈൽ ഹാസാർഡ്സ് ഓഫ് എ ഡിഫറെൻറ്റ് കൈൻഡ്. ബേർഡ് വാച്ചിങ് ചെയ്യുമ്പോൾ ചിലപ്പോൾ വേറെ തരത്തിലുള്ള അപകടങ്ങളും വരാം. ഐ റീകോൾ വൺ പെർട്ടിക്കുലർലി ഹെയർ റൈസിങ് ഇൻസിഡൻറ്റ്. വളരെ പേടി പിടിച്ച ഒരു സംഭവം എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. എലോങ് ദ ഹിമാലയൻ ട്രെയിൽ ഫ്രം അൽമോറ ടു ദ ലിപ് ലേക്ക് പാസ്. അൽമോറ മുതൽ ലിപ് ലേക്ക് പാസ് വരെ പോകുന്ന ഹിമാലയൻ വഴിയിലായിരുന്നു അത്. ഓൺ മൈ വേ ടു ലേക്ക് മാനസരോവർ ആൻഡ് മൗണ്ട് കൈലാസ് ഇൻ 1945. 1945 ലേക്ക് മാനസരോവറിലേക്കും മൗണ്ട് കൈലാസിലേക്കും പോകുമ്പോഴായിരുന്നു ഈ സംഭവം. ഇറ്റ് വാസ് അറ്റ് എ പർട്ടിക്കുലർലി നേരോ പാർട്ട് ഓഫ് ദ ട്രെയിൽ. വളരെ ഇടുങ്ങിയ വഴിയിലായിരുന്നു ഞാൻ നടന്നിരുന്നത്. വിത്ത് എ 1000 feet ഓഫ് വെർട്ടിക്കൽ സ്കാർപ്പ് ഓൺ വൺ സൈഡ്. ഒരു വശത്ത് വലിയ കുത്തനെയുള്ള ആഴമുള്ള കുന്നിൻ താഴ്ച. ആൻഡ് ദ റോറിംഗ് കലി റിവർ സം 300 feet വെർട്ടിക്കലി ഡൗൺ ദ അതർ. മറ്റേ വശത്ത് താഴെ കൈലി റിവർ വലിയ ശബ്ദത്തോടെ ഒഴുകുന്നുണ്ടായിരുന്നു. ദ പോട്ടേഴ്സ് പിച്ച്ഡ് ദ ടെൻറ്റ് ദർ. പോട്ടേഴ്സ് അവിടെ ടെൻ്റ് അടിച്ചു. ഐ ഹാഡ് വാക്ക്ഡ് എഹെഡ് ഓഫ് ദം. പക്ഷെ ഞാൻ അവരെക്കാളും മുന്നിലായിരുന്നു നടന്നത്. ജസ്റ്റ് അറ്റ് ദാറ്റ് മൊമെൻറ്റ് എ ടൈനി ബേർഡ്. അപ്പോഴാണ് ഒരു ചെറിയ പക്ഷി വന്നത്. ഹൗ വെൽ ഐ റിമെമ്പർ ദാറ്റ് യെല്ലോ നാപ്ഡ് യോയിന. ആ യെല്ലോ നാപ്ഡ് യോയിന എന്ന പക്ഷി ഇന്നും എനിക്ക് നന്നായി ഓർമ്മയുണ്ട്. ഗോട്ട് അപ്പ് ടു ദ ടോപ്പ് ഓഫ് ബുഷ്. അതൊരു ചെടിയുടെ മുകളിലേക്ക് കയറിയിരുന്നു. സം യാർഡ്സ് എവേ ഓൺ ദ ഫ്ലാങ്കിങ് ഹിൽ സൈഡ്. കുറച്ച് അകലെയുള്ള മലഞ്ചെരുവിലായിരുന്നു അത്. ജസ്റ്റ് ആസ് ഐ ഗോട്ട് ഇറ്റ് ഇൻ ദ ഫീൽഡ് ഓഫ് മൈ ഗ്ലാസസ്. ഞാൻ ബൈനോക്കുലർ വ്യക്തമായി കാണാൻ തുടങ്ങിയപ്പോഴാണ് ഇറ്റ് ഹോപ്ഡ് എ ബിറ്റ് ഫർദർ അപ്പ്. ആ പക്ഷി കുറച്ചുകൂടി മുകളിലേക്ക് ചാടി. സോ ടു ഗെറ്റ് എ ബെറ്റർ വ്യൂ ഐ ടുക്ക് എ സ്റ്റെപ്പ് ബാക്ക്. അതിനെ നന്നായി കാണാൻ ഞാൻ ഒരു ചുവട് പിന്നോട്ട് നീങ്ങി. വിത്ത് എ ഗ്ലാസ് സ്റ്റിൽ ഗ്ലൂഡ് ടു മൈ ഐസ്. അപ്പോഴും ബൈനോക്കുലേഴ്സിൽ കണ്ണിൽ തന്നെയായിരുന്നു. എൻറ്റയർലി അൺമൈൻഡ്ഫുൾ ഓഫ് വേർ ഐ വാസ് സ്റ്റാൻഡിങ്. ഞാൻ എവിടെയാണെന്ന് പോലും ശ്രദ്ധിച്ചില്ല. വിത്ത് മൈ ബാക്ക് ടു ദ അബീസ്. എൻ്റെ പുറകിൽ വലിയ കൊക്കയായിരുന്നു. ആസ് ഐ ഡിഡ് സോ ഐ ഫെൽറ്റ് എ സ്മോൾ പെബിൾ സ്ലിപ്പ് ഫ്രം അണ്ടർ മൈ ഹീൽ. പിന്നോട്ട് നീക്കുമ്പോൾ കാലിനടിയിൽ നിന്നൊരു ചെറിയ കല്ല് വഴുതിപ്പോയി. ആൻഡ് ഹേർഡ് എ ഫെയിൻറ്റ് കണ്ടിന്യൂയിങ് ക്ലാറ്റേഴ്സ് ആസ് ഇറ്റ് വെൻറ്റ് റോളിംഗ് ഡൗൺ ദ ഹിൽ. ആ കല്ല് താഴേക്ക് ഉരുണ്ടു പോകുന്ന ശബ്ദം കേട്ടു. സ്റ്റിൽ അൺമൈൻഡ്ഫുൾ ഓഫ് എനിത്തിങ് അൺടുവാർഡ് ഐ കാഷ്വലി ലുക്ക്ഡ് ബാക്ക് ഓവർ മൈ ഷോൾഡർ. അപ്പോഴും അപകടം മനസ്സിലാവാതെ പിന്നോട്ടൊന്ന് തിരിഞ്ഞു നോക്കി. വാട്ട് ഐ സോ ലിറ്ററലി മെയ്ഡ് മൈ ഹെയർ സ്റ്റാൻഡ് ഓൺ എൻഡ്. അപ്പോൾ കണ്ട കാഴ്ച ശരിക്കും എന്നെ പേടിപ്പിച്ചു. ഇൻ എ ഫ്ലാഷ് ഐ റിയലൈസ്ഡ് ദാറ്റ് ഐ വാസ് ഓൺ. ആ നിമിഷത്തിലാണ് സാലിം അറിയുന്നത് താൻ വലിയൊരു അപകടത്തിലാണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു തവണ സാലിം കാടിൽ പോയപ്പോൾ അതിൻ്റെ ഒരു സൈഡിലായിട്ട് തനെയുള്ള ആഴമുള്ള കുന്നിൻ താഴ്ചയാണ് ഒരു സൈഡിൽ. അടുത്ത മറുവശത്താണെങ്കിൽ കളി റിവർ വലിയ ശബ്ദത്തോടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെയാണ് സാലിം നടന്നു പോകുന്നത്. പെട്ടെന്ന് തന്നെ അദ്ദേഹം ഒരു മഞ്ഞ നിറത്തിലുള്ള ഒരു പക്ഷിയെ കാണാനിടയായി. അതിനെ സൂക്ഷിച്ച് നോക്കുന്നതിനിടയിൽ താൻ പിന്നിലേക്ക് ബൈനോക്കുലേഴ്സ് വെച്ച് നോക്കുമ്പോൾ പിന്നിലേക്കായിരുന്നു പോയിരുന്നത്. അതിനെ ഒന്നുകൂടെ നല്ലപോലെ കാണാനായിട്ട് അദ്ദേഹം പിന്നിലേക്ക് പോയി. അവസാനം ഒരു കല്ല് നിലത്ത് വീഴുന്ന സൗണ്ട് കേട്ടിട്ടാണ് അദ്ദേഹം നോക്കിയപ്പോൾ അദ്ദേഹം വീഴാൻ ഒരു സ്റ്റെപ്പ് കൂടെ ബാക്കിയുണ്ടായിരുന്നു. ഒരു സ്റ്റെപ്പ് കൂടെ അദ്ദേഹം വെക്കുകയാണെങ്കിൽ അദ്ദേഹം വീഴുമായിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന് നമ്മൾ പറയുന്നത് രോമം നീച്ച് നിൽക്കുന്ന പോലെ അദ്ദേഹത്തിന് ഫീൽ ചെയ്തു. അത്രയ്ക്ക് പേടിയാണ് ഉളവാക്കിയത്. അപ്പം നമുക്ക് നെക്സ്റ്റ് പേജിലോട്ട് പോയാലോ. ദ വെരി എഡ്ജ് ഓഫ് ബിയോണ്ട് 2 inches മോർ ആൻഡ് ഐ വുഡ് ഹാവ് ഫോളോഡ്
ദ റോളിക്കിംഗ് പെബിൾ. ഞാൻ നിൽക്കുന്നത് കൊക്കയുടെ തൊട്ടരികിലാണെന്ന് അപ്പോഴാണ് മനസ്സിലായത്. ഇനി 2 ഇഞ്ചും കൂടി പിന്നോട്ട് പോയിരുന്നെങ്കിൽ ആ ഉരുണ്ടുപോയ കല്ല് പോലെ ഞാനും താഴേക്ക് വീണേനെ. ഐ ഫൗണ്ട് ഇറ്റ് വെരി പ്ലസൻറ്റ് ടു ബി ചേസിങ് ബേർഡ്സ് ഇൻ പ്ലസൻറ്റ് പ്ലേസസ്. മനോഹരമായ സ്ഥലങ്ങളിൽ പക്ഷികളെ തേടി നടക്കുന്നത് എനിക്ക് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഐ ഹാവ് വാച്ച്ഡ് ദ ബേർഡ്സ് ത്രൂ ഹാഫ് എ സെഞ്ച്വറി ആൻഡ് മോർ. 50 വർഷത്തിലധികമായി ഞാൻ പക്ഷികളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ചീഫ്ലി ഫോർ ദ പ്ലഷർ ആൻഡ് എലേഷൻ ദേ ഹാവ് അഫോർഡഡ്. പക്ഷികൾ അദ്ദേഹത്തിന് സന്തോഷവും ആവേശവും നൽകിയതിനാലാണ് അദ്ദേഹം അതിൽ തുടർന്നത്. എ ഫോം ഓഫ് എസ്കേപ്പിസം മേ ബി. ഇത് ഒരു തരത്തിലുള്ള ഒളിച്ചോട്ടം അഥവാ ജീവിതത്തിലെ സമ്മർദ്ദങ്ങളിൽ നിന്നും മാറി നിൽക്കാനുള്ള മാർഗമായിരിക്കാം. ബട്ട് വൺ ദാറ്റ് ഹാർഡ്ലി നീഡ്സ് ജസ്റ്റിഫിക്കേഷൻ. എന്നാൽ അത്തരമൊരു ഹോബിക്ക് പ്രത്യേകിച്ച് വിശദീകരണമോ ന്യായീകരണമോ ആവശ്യമില്ലെന്ന് അദ്ദേഹം പറയുന്നു. ഇവിടെ സാലിം അലി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ബേർഡ് വാച്ചിങ് ചെയ്യുമ്പോൾ ചിലപ്പോൾ വലിയ അപകടങ്ങളും, ഇപ്പം നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ കാട്ടാന വരും, നമുക്ക് വേണമെങ്കിൽ കൊക്കയിലേക്ക് അദ്ദേഹം വീണ് പോകുന്ന വരെയുള്ള ഇൻസിഡൻസ് വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഉണ്ടായാലും പക്ഷികളെ കാണുന്നതും പ്രകൃതിയിൽ സമയം ചെലവഴിക്കുന്നതും അദ്ദേഹത്തിന് വലിയ സന്തോഷം തന്നിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും വർഷം അദ്ദേഹം ഈ ഹോബി തുടരുന്നത്. ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം. താങ്ക് യു ഗായ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.